ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വ്യാഴാഴ്ച കൂടെ നമുക്ക് തേഴ്സ്ഡേ പ്രെയർ ആയിട്ട് കൂടി വരുവാൻ, വിവിധ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഓൺലൈനായിട്ട് കൂടി വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ഇപ്പോൾ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയ ലിജു ജോസിനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ദൈവമക്കൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സകല കുറവുകളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഈ സമയം ഏറ്റുപറയാം. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലാണ്. എല്ലാ ചുറ്റുപാടുകളെയും എല്ലാം മറന്ന് നമുക്ക് ഈ സമയം നമ്മുടെ ഹൃദയങ്ങളും വിചാരങ്ങളും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നന്മയും പോഴുവാനില്ല. ഇന്നേക്ക് 12 വർഷങ്ങൾക്ക് മുമ്പ് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുന്ന ആ രംഗം എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ജീവിതത്തിൽ ദൈവമില്ലാതെ, ദൈവത്തെ അറിയാതെ, സത്യദൈവത്തെ അറിയാതെ ജീവിച്ച 44 വർഷങ്ങൾ. എന്നാൽ ഈ തേഴ്സ്ഡേ പ്രെയറിൽ വന്നുപെട്ടതുകൊണ്ട് എനിക്ക് ദൈവത്തെ കിട്ടി. ജീവിതത്തിൽ നിന്ന് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു കാര്യം എനിക്ക് തേഴ്സ്ഡേ പ്രെയറിൽ നിന്ന് ലഭിച്ച ആ ദൈവത്തെയാണ്. എവിടെ അവസരം കിട്ടിയാലും ഞാൻ ദൈവം നല്ലവനാണെന്ന് പറയും. ജീവിതത്തിൽ ഇന്നുവരെയും, ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ഇന്നുവരെയും അതിശയകരമായി, അത്ഭുതകരമായി ദൈവം വഴി നടത്തുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒത്തിരി കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വിടുതൽ നൽകി സ്വർഗത്തിലെ ദൈവം കാത്തു പരിപാലിച്ച് ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടെ ആയിരിക്കുകൊണ്ട് ഞാൻ ദൈവത്തെ ബോധപ്പെടുത്തുന്നു. ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവസാനമായി സൂം മീറ്റിംഗിലാണ് സംബന്ധിച്ചത്. എന്നാൽ ദൈവം ഇന്ന് ഈ ഒരു അവസരം കൂടി എനിക്ക് തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ ബോധപ്പെടുത്തുന്നു. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവകരങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിക്കാം. ഭാരത്തോടെ പ്രയാസത്തോടൊക്കെ വന്നവരുണ്ട്. ലോകത്തിൽ യുദ്ധവും യുദ്ധഭീതിയും ഒക്കെയും ഉണ്ട്. എന്നാൽ നമ്മുടെ ദൈവം സർവശക്തനാണ്. ഇതിനെല്ലാം ഒരു പരിഹാരം അവന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തെയാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്, മഹത്വപ്പെടുത്തുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. സമർപ്പണത്തിൻ സമയമായി, സമർപ്പിക്കുവീൻ സകലതും. ദൈവം നമ്മോടു ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിയിടുക. സമർപ്പണത്തിൻ സമയമായി, സമർപ്പിക്കുവീൻ സകലതും. ദൈവം നമ്മോടു ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിയിടുക. പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി കാലത്തിനായിട്ടപ്പാ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തേഴ്സ്ഡേ പ്രെയറായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുവാൻ അനേകത്തിലും പ്രയാസങ്ങളിലിരുന്നു, ആകുല ചിന്തകളിലായിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, നീ അടിയങ്ങളോട് മനസ്സിൽ രാജ്യങ്ങളിലൊക്കെയും ആയിരിക്കുന്നു. എന്നാൽ കർത്താവ് അവിടുന്ന് ഞങ്ങളോട് സ്തോത്രം. ഇതുവരെയും നടത്തിയ ദൈവം വിശ്വസ്തനാണ്. ഈ ദൈവത്തെ അല്ലാതെ ഞങ്ങൾക്കൊരു ദൈവമില്ല. കാൽവറി മരിച്ച് ഇന്നും ജീവിക്കുന്ന ഈ
നമുക്ക് ഡിസ്കണക്ട് ആയിപ്പോയെന്ന് തോന്നുന്നു. അവിടുത്തെ ഇന്റർനെറ്റ് പ്രശ്നമാണ്. പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇപ്പോൾ ഗായക സംഘം ഗാനങ്ങൾ ആലപിക്കുന്നു. ലിജു, ഗാനങ്ങൾ ആലപിക്കാം. സൗണ്ടില്ലേ? ഇപ്പൊ ഉണ്ടോ? ഓക്കെ, ഇനി പാട്ടുകൾ പാടാൻ പോവാം. താങ്ക് യു ലിജു. കേൾക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വീണ്ടും കൂടി വരുവാൻ തമ്പുരാൻ സഹായിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. നമുക്ക് ആദ്യത്തെ പാട്ട് എനിക്കെന്റെ ആശ്രയം യേശു അത്ര എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ചേർന്ന് പാടാം. സർവശക്തനാമൻ യേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും, യേശു മതിയായവൻ. കാക്കയാൽ സഹായം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും, യേശു മതിയായവൻ. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും, യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും, യേശു മതിയായവൻ. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലെ
പ്രാണപ്രിയ ശങ്കിലെ ചോര തന്നെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ചേർന്ന് പാടാം. അവസാനത്തെ പാട്ട് സർവ്വ നന്മകൾക്കും സർവ്വദാനങ്ങൾക്കും ഉറവിടമാം എന്ന് യേശുവേ എന്ന് പറയുന്ന ഗാനം
പാടി ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ നമുക്കായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് സങ്കീർത്തന ധ്യാനത്തിനായിട്ട് ഒരുങ്ങാം. ഇന്നത്തെ സങ്കീർത്തന ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന സങ്കീർത്തനങ്ങൾ 133 134 വാക്യം പ്രതിവാക്യമായിട്ട് നമുക്കത് വായിക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്.
അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിലെ 133 സങ്കീർത്തനം ഞാൻ ഒന്ന് ധ്യാനിച്ചിട്ട് നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അതിനുശേഷം അനൗൺസ്മെന്റും അതിനുശേഷം അല്പസമയം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും എടുക്കുന്നതായിരിക്കും. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ ആരോഹണ സങ്കീർത്തനങ്ങളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അത് ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പെരുന്നാളുകൾ ആഘോഷിക്കുവാനായിട്ട് യെരുശലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ആ കുന്ന് കയറുമ്പോഴും, യെരുശലേം ദേവാലയം ഇരിക്കുന്ന കുന്ന് കയറുമ്പോഴും, അതുപോലെ യെരുശലേം ദേവാലയത്തിന്റെ പടികൾ കയറുമ്പോഴും പാടുന്ന സങ്കീർത്തനങ്ങളാണ് ഈ ആരോഹണ സങ്കീർത്തനങ്ങൾ. ഈ 133 സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം ദാവീദ് രാജാവ് അഭിഷേകം ചെയ്യപ്പെടുന്ന സമയത്ത് ആ തമ്മിൽ വിഘടിച്ചിരുന്ന അല്ലെങ്കിൽ ശത്രുതയോടെ അന്യോന്യം പരസ്പരം പോരാടിക്കൊണ്ടിരുന്ന 12 ഗോത്രത്തിലും പെട്ട ഇസ്രായേൽ ജനം അഭിഷേകത്തിനായിട്ട് ഒരുക്കിയിരുന്ന ആലയത്തിലേക്ക് കടന്നു വന്നതായിട്ട് കാണാം. അപ്പോൾ എല്ലാ സഹോദരന്മാരും ഒത്തൊരുമിച്ച് വന്നത് കണ്ടപ്പോൾ ദാവീദ് രാജാവിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തിരതല്ലുകയായിരുന്നു. അങ്ങനെ ആ തിരതല്ലിൽ അല്ലെങ്കിൽ ആ സന്തോഷത്തിന്റെ സമയത്ത് ഹൃദയത്തിൽ ഉയർന്നു വന്ന ആ വരികൾ ഒരു കോറസായിട്ട് കുറിച്ചിട്ടിരിക്കുന്നതാണ് 133 സങ്കീർത്തനം. ഇവിടെ നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. സഹോദരന്മാർ തമ്മിൽ ഒന്നിച്ച്, അല്ലെങ്കിൽ യൂണിറ്റി അല്ലെങ്കിൽ ഐക്യമത്യത്തിന്റെ ഒരു വാക്യമാണത്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. അവിടെ ദാവീദ് അതിനെ 2 കാര്യങ്ങളോടെ ഉപമിച്ചിരിക്കുകയാണ്. ഒന്ന്, അഹരോന്റെ തലയിലെ വിശേഷ തൈലം അല്ലെങ്കിൽ അഭിഷേക തൈലത്തോട് ഉപമിച്ചിരിക്കുന്നു. 2-ാമത് ഹെർമോന്യ, സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞിനോടും ദാവീദ് ഈ ഐക്യത്തെ അല്ലെങ്കിൽ ഈ സഹോദര ബന്ധത്തെ ഉപമിച്ചിരിക്കുകയാണ്. എന്താണ് അഭിഷേക തൈലം? അഭിഷേക തൈലം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, 500 ശേക്കൽ അയഞ്ഞ മൂരും 250 ശേക്കൽ സുഗന്ധ ലവംഗവും പിന്നെ 500 ശേക്കൽ വഴനത്തൊലിയും 1 ഹീൻ ഒലിവെണ്ണയും. ഈ 4 കൂട്ടം സാധനങ്ങൾ തൈലക്കാരന്റെ വിദ്യപ്രകാരം ഒന്നിച്ച് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഈ അഭിഷേക തൈലം അല്ലെങ്കിൽ വിശേഷ തൈലം. ഈ വിശേഷ തൈലത്തിന് അവിടെ 2 ക്വാളിറ്റി അവിടെ പറയുന്നുണ്ട്. ഒന്ന്, അത് സുഗന്ധം പുറപ്പെടുവിക്കുന്നതായിരിക്കണം. അവിടെ പറയുന്നത് സുഗന്ധവർഗമായിട്ട് അത് ഉണ്ടാക്കണം. 2-ാമത് അത് വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ ദാവീദ് സ്നേഹബന്ധത്തെ അല്ലെങ്കിൽ സഹോദര ബന്ധത്തെ, ഐക്യത്തെ ഈ വിശേഷ തൈലത്തോട് ഉപമിക്കുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ തമ്മിലുള്ള സ്നേഹബന്ധം സുഗന്ധം പുറപ്പെടുവിക്കുന്നതായിരിക്കണം, സൗരഭ്യവാസന ഉണ്ടാക്കുന്നതായിരിക്കണം സ്നേഹബന്ധം. 2-ാമത് പറയുന്നത് അത് വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം, പരിപാവനമായിട്ട് സ്നേഹബന്ധം സൂക്ഷിക്കണമെന്നാണ് ഇവിടെ വിശേഷ തൈലത്തോടെ ഉപമിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കുന്നത്. പിന്നെ 2 കാര്യങ്ങൾ അവിടെ വാണിംഗ് ആയിട്ട് അല്ലെങ്കിൽ മുന്നറിയിപ്പായിട്ട് തന്നിട്ടുണ്ട്. ഒന്ന്, ഈ വിശേഷ തൈലം അവിടെ പറയുന്നത് മനുഷ്യന്റെ ദേഹത്ത് ഒഴിക്കരുത്. ഒരു അന്യ മനുഷ്യന്റെ ദേഹത്ത് അത് ഒഴിക്കാൻ പാടില്ല. അത് മഹാപുരോഹിതൻ അല്ലെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുന്നവരുടെ തലയിൽ ഒഴിക്കുന്നതാണ് ഈ അഭിഷേക തൈലം. അത് മറ്റുള്ളവരുടെ ദേഹത്ത് ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരാള്, സാധാരണ മനുഷ്യൻ ഇങ്ങനെയുള്ള തൈലം ഉണ്ടാക്കാൻ പാടില്ല. അതിന് പ്രത്യേകമായി അതിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ അഭിഷേക തൈലം ഉണ്ടാക്കുവാനുള്ള അവകാശമുള്ളൂ. അങ്ങനെ ഉണ്ടാക്കുന്നവരെ അവരുടെ ഇടയിൽ നിന്ന്, ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണമെന്നാണ് ഈ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സഹോദര ബന്ധം അല്ലെങ്കിൽ സ്നേഹബന്ധം ദുരുപയോഗം ചെയ്യുന്നവരെ
നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ അവരെ ഛേദിച്ച് കളയണം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. എനിക്കൊരു ചെറിയ സംഭവം ഓർമ്മ വരുന്നത്, ഒരു ഗവൺമെന്റ് ജോലിയിൽ ഉയർന്ന ഉദ്യോഗം വഹിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഭവനത്തിൽ നിന്ന് ദൂരെയാണ് ജോലി ചെയ്യുന്നത്. ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി വന്നാൽ ആ ഓഫീസിനടുത്തുള്ള ഒരു കടയുണ്ട്, ബിസിനസ് ചെയ്യുന്ന ഒരു കടയുണ്ട്. ആ കടയിൽ അല്പനേരം ആ കടക്കാരനുമായിട്ട് സംസാരിച്ചിരുന്നതിന് ശേഷമേ എല്ലാ ദിവസവും ഭവനത്തിൽ പോകാറുള്ളൂ. അങ്ങനെ നാളുകൾ ഇങ്ങനെ ആ ഒരു പരിചയം കൂടിക്കൂടി വന്നു. അതൊരു വലിയ സ്നേഹബന്ധമായിട്ട് മാറി. അങ്ങനെ സ്നേഹബന്ധം മുറുകി വന്നപ്പോൾ ഒരിക്കൽ ഈ കടക്കാരൻ അദ്ദേഹത്തിന് അല്പം പണം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടു, എനിക്കൊരു ലോൺ വേണമായിരുന്നു, സാറിനൊന്ന് ജാമ്യം നിൽക്കാമോ എന്ന് ചോദിച്ചു ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോട്. അദ്ദേഹം ആ സ്നേഹബന്ധത്തിന്റെ ഇതിൽ പറഞ്ഞു ഞാൻ ജാമ്യം നിൽക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജാമ്യത്തിൽ ഈ കടക്കാരൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയുണ്ടായി. അങ്ങനെ ലോൺ എടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ തവണകൾ തിരിച്ചടയ്ക്കുന്ന തവണകൾ മുടങ്ങുവാൻ തുടങ്ങി. ആദ്യമൊക്കെ ബാങ്കിൽ നിന്ന് അറിയിപ്പ് ലെറ്ററുകൾ വന്നു. അങ്ങനെ 1-2 പ്രാവശ്യം അടയ്ക്കാതിരുന്നപ്പോൾ വക്കീൽ നോട്ടീസ് വന്നു. ഈ ഉദ്യോഗസ്ഥൻ ഒരു ലോല ഹൃദയനായിരുന്നു. ഈ വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോൾ അദ്ദേഹം തളർന്നുപോയി. മാനസികമായിട്ട് അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടായി. ഒരു മാനസിക രോഗിയായിട്ട് പെട്ടെന്ന് മാറി. ഉടനെ തന്നെ മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി. അതിന് ഡോക്ടേഴ്സ് എല്ലാം കൗൺസിലിങ്ങിലൂടെയൊക്കെയും അദ്ദേഹത്തിന് സൗഖ്യം കൊടുത്തു. പിന്നെ അദ്ദേഹത്തിന്റെ ഭവനക്കാരൊക്കെ അവിടെ വന്ന് ആ കടക്കാരനുമായിട്ട് സംസാരിച്ച് അങ്ങനെ കുറെ പണനഷ്ടമൊക്കെ ഉണ്ടായെങ്കിലും ആ ബാങ്കുമായിട്ടുള്ളത് സെറ്റിലാക്കുവാനായിട്ട് സാധിച്ചു. ഇതൊരുണ്ടായ സംഭവമാണ്. ഞാൻ ചുരുക്കമായിട്ട് പറയട്ടെ, ഇങ്ങനെ സ്നേഹബന്ധം ദുരുപയോഗം ചെയ്യുവാൻ പാടില്ല എന്നുള്ളതുകൂടാണ് ദാവീദ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് അഹരോന്റെ തലയിലെ വിശേഷ തൈലം അല്ലെങ്കിൽ അഭിഷേക തൈലത്തോട് ഉപമിച്ചിരിക്കുന്നു. രണ്ടാമതിവിടെ പറയുന്നത് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയും. സിയോൻ പർവ്വതവും ഹെർമോന്യ പർവ്വതവും അന്യോന്യം മുഖാമുഖമായി നിൽക്കുന്ന 2 പർവ്വതങ്ങളാണ്. ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുന്ന 2 പർവ്വതങ്ങൾ. അപ്പോൾ ഈ ഹെർമോന്യ പർവ്വതം നല്ല ഉയരമുള്ളതാണ്. അതിന്റെ ഉയരം കൂടുതൽ കാരണം അവിടെ മഞ്ഞ് പെയ്ത് കിടക്കുകയാണ്. ഈ സിയോൻ പർവ്വതമാണെങ്കിൽ നല്ലപോലെ പുഷ്പിച്ച് അല്ലെങ്കിൽ ലതാദികൾ കൊണ്ട് നിബിഡമായി ഒരു പൂന്തോട്ടം പോലെയായിട്ടിരിക്കും. നല്ല പുഷ്പങ്ങളൊക്കെ വിടർന്ന് ഒരു മനോഹരമായ പൂന്തോട്ടമായിട്ട് ഇരിക്കുന്നു. അതിന്റെ കാരണം ഈ ഹെർമോന്യ പർവ്വതത്തിലുള്ള മഞ്ഞ് ഉയർന്നു പൊങ്ങി അത് വന്നു വീഴുന്നത് ഈ സിയോൻ പർവ്വതത്തിലാണ്. അങ്ങനെ ഉണ്ടാകുന്ന ആ നനവ് അത് മുഖാന്തരം അവിടെയുള്ള മണ്ണ് നല്ല വളക്കൂറുള്ളതാകുകയും വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ചെടികൾ വളരുന്നതിന് അനുയോജ്യമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ ചെടികൾ വളർന്ന് പുഷ്പിച്ച് ഒരു മനോഹരമായ പൂന്തോട്ടമായിട്ടാണ് സിയോൻ പർവ്വതം നിൽക്കുന്നത്. അതിന്റെ കാരണം ഹെർമോന്യ മലയുടെ മഞ്ഞാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന സിയോൻ പർവ്വതം പുഷ്പിച്ച് നിൽക്കുന്നത് കണ്ട് ഈ ഹെർമോൻ പർവ്വതം സന്തോഷിക്കുകയാണ്. അതായത് തന്റെ മഞ്ഞുകൊണ്ട് അവിടെ നല്ലൊരു മനോഹരമായ പൂന്തോട്ടം ഉണ്ടായല്ലോ എന്നുള്ള സന്തോഷം. എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മുടെ സ്നേഹിതന്റെ വളർച്ച, ഐശ്വര്യം അല്ലെങ്കിൽ അവന്റെ ഉന്നതി കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കണം. അതിൽ അസൂയപ്പെടുവാനല്ല നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ സ്നേഹിതന്റെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സുഹൃത്തുക്കളുടെ ഐശ്വര്യവും അനുഗ്രഹവും നന്മയും കാണുമ്പോൾ സന്തോഷിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് അവിടെ ദാവീദ് ഉദ്ദേശിക്കുന്നത്. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ അവസാനം അവിടെ ഇങ്ങനെ പറയുന്നു, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. പ്രിയ ദൈവജനമേ, സഹോദര സ്നേഹം സൗരഭ്യമുള്ളതാകുമ്പോൾ, വിശുദ്ധിയുള്ളതാകുമ്പോൾ, അതുപോലെ തന്നെ അവന്റെ വളർച്ച കണ്ട് നമ്മൾ സന്തോഷിക്കുമ്പോൾ അവിടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നിത്യജീവൻ അവിടെ നൽകുമെന്നാണ് ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ ഇത് ഒരു കാര്യം കൂടെ പറയാം, എങ്ങനെ ഇത് നമ്മുടെ തലമുറകളിലേക്ക് പകരാം? ഇവിടെ പറയുന്നുണ്ട്, അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുകയാണ്. അപ്പോൾ തലയിലേക്ക് ഒഴുകുന്ന ഈ അഭിഷേക തൈലം ആ താടിയിലേക്ക് ഒഴുകി തന്റെ ആ ശരീരത്തിലേക്ക് വീഴുകയാണ്, അല്ലെങ്കിൽ താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലേക്ക് വീഴുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? നമുക്കറിയാമല്ലോ, സഭ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. മനുഷ്യൻ ശരീരത്തോടാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഉപമിച്ചിരിക്കുന്നത്. ശരീരം സഭയും
ശരീരത്തിന്റെ തല കർത്താവായ യേശുക്രിസ്തുവാണ്. അതായത് നമ്മുടെ സഭയുടെ തല കർത്താവും ശരീരം സഭാജനങ്ങളുമാണല്ലോ. താടി എന്ന് പറയുന്നത് പക്വതയുടെ ഒരു അടയാളമാണ്. കാരണം കൊച്ചു പിള്ളേർക്കൊന്നും താടി ഉണ്ടാകാറില്ല. താടി എപ്പോഴാണ് ഉണ്ടാകുന്നത്? പ്രായമാകുമ്പോൾ താടി ഉണ്ടാകും. അതിന്റെ അർത്ഥം പക്വത വരുമ്പോൾ, അത് പക്വതയുള്ള മനുഷ്യന്റെ ഒരു ലക്ഷണമാണ് താടി. അതാണ് ബിഷപ്പുമാരും മറ്റുമൊക്കെ വലിയ ശുശ്രൂഷ നിൽക്കുന്നവർ താടി വളർത്തുന്നത്, അവരുടെ ആ മെച്യൂരിറ്റി അല്ലെങ്കിൽ പക്വത കാണിക്കാനാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള സ്നേഹം പക്വതയുള്ള മൂപ്പന്മാരിലൂടെ അല്ലെങ്കിൽ ബിഷപ്പുമാരിലൂടെ അത് ആ താടിയിൽ ഒഴുകി സഭയിലേക്ക് പകരപ്പെടണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഒരു കൂട്ടായ്മയുടെ തലപ്പത്ത് നിൽക്കുമ്പോൾ പക്വതയോടെ കർത്താവിന്റെ സ്നേഹബന്ധം, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഭാഷ സ്നേഹമാണല്ലോ, ആ സ്നേഹം സഭാജനങ്ങളിലേക്ക് നമ്മളിലൂടെ പകരപ്പെടുവാനായിട്ട് ഇടയാകണം. അപ്പോൾ ഇത് സ്നേഹത്തെക്കുറിച്ചും ഐക്യമത്യത്തെക്കുറിച്ചും വളരെ ഭംഗിയായി വിവരിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 130-ാം സങ്കീർത്തനം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തോടെ, ഐക്യത്തോടെ മറ്റുള്ളവരെ സ്നേഹിച്ച് ഐക്യമത്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനായിട്ട് സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നമുക്കറിയാമല്ലോ, ഈ നാളുകളിൽ മിഡിൽ ഈസ്റ്റ് കടന്നു പോകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്കറിയാമല്ലോ. ഈ സ്ഥലത്ത് ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ രോഗികളായിട്ട് ഭാരപ്പെടുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഒരു പേര് പറയാനുള്ളത് പ്രശാന്ത് മാത്യു, കോളൻ ലിംഫോമ എന്നുള്ള ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. ചികിത്സയിലേക്ക് ഒരുക്കുകയാണ്. ഇപ്പോൾ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഏബ്രഹാം ഷോമയിലെ ക്യാൻസറായിട്ട് ഭാരപ്പെടുന്നു. അത് പാലിയേറ്റീവ് കെയർ ആണ്, ഇനിയുള്ള ചികിത്സയൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏബ്രഹാം ഷോമയിൽ, പ്രശാന്ത് മാത്യു. അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച രണ്ട് മൂന്ന് വിഷയങ്ങൾ. ഒന്ന്, സ്റ്റീവ് തോമസ് ഐസക്കിന് കയ്യിലെ മാംസം വളരുവാനായിട്ട് പ്രാർത്ഥിച്ചു. അത് വളരുന്നുണ്ട്. ആ മുറിവിൽ നിന്ന് മാംസം വളരുന്നു. തുടർന്നും പ്രാർത്ഥിക്കാം. ശ്രീധരൻ എന്ന ആൾക്ക് BCG ഇമ്മ്യൂണോതെറാപ്പി ഇഞ്ചക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനിയും അതുപോലെ ബെൻ ജോർജ് സൈമൺ, സോറിയാസിസ്, ഒരു യൗവനക്കാരനാണ്, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. സോറിയാസിസ് എന്ന രോഗത്താൽ, ത്വക്ക് രോഗത്താൽ ഭാരപ്പെടുന്നു. ഇപ്പോൾ അല്പമായ സൗഖ്യമുണ്ട്. അപ്പോൾ ഇവരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിന്റെ സമാധാനം തേഴ്സ്ഡേ പ്രയറിനെ കേൾപ്പിക്കാൻ നമ്മുടെ കൂട്ടായ്മ വീണ്ടും പഴയതുപോലെ ആരംഭിക്കുവാനായിട്ട് പ്രശാന്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്റ്റീവ് തോമസ് ഐസക്കിന് വേണ്ടി പ്രാർത്ഥിക്കാം. ശ്രീധരന് വേണ്ടി പ്രാർത്ഥിക്കാം. ബെൻ ജോർജ് സൈമന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഇപ്പോൾ ദീപ സന്തോഷം പ്രാർത്ഥിക്കും. തുടർന്ന് അനൗൺസ്മെന്റും അതിനുശേഷം വചന ശുശ്രൂഷയും നമുക്ക് നിർവഹിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് ദീപേക്ഷണി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. അപ്പാ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അപ്പാ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങള് ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടി കർത്താവെ, പല ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ അങ്ങയുടെ പാദപിടുത്തങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുന്നപ്പാ, അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്ന നല്ല കർത്താവാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പിതാവാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ യേശുക്രിസ്തുവിന്റെ രക്തത്താല് കർത്താവെ, ഞങ്ങളെ ആ സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർത്തപ്പാ, ആ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് കർത്താവെ ഈ സമയം അടുത്തു വരികയാണപ്പാ. അപ്പാ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വലിയ പദവിക്കായിട്ട് സ്തോത്രം. ദൈവമക്കളാക്കി ഞങ്ങളെ തീർത്തല്ലോ അപ്പാ. ഞങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ അപ്പാ, ഞങ്ങൾ വേറെ എവിടേക്ക് പോകും അപ്പാ? ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന കർത്താവേ. അപ്പാ, എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കർത്താവേ, അപ്പാ, ശാശ്വതമായിട്ടുള്ള പരിഹാരം തരുവാൻ അങ്ങ് മാത്രമല്ലേ ഉള്ളൂ അപ്പാ. കർത്താവെ, ഞങ്ങളെ ഈ ഒരു കർത്താവെ, ഞങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളുടെ ഒക്കെ നടുവില് കർത്താവെ, 19 ദിവസക്കാലം കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പാ, അങ്ങ് ഞങ്ങൾക്ക് തരുന്ന സംരക്ഷണമാണപ്പാ ഞങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള സംരക്ഷണം. കർത്താവെ, അനേകര് അപ്പച്ചാ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമീപ പ്രദേശങ്ങളിൽ മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പ്രാർത്ഥനകളെല്ലാം
അപ്പാ ഈ ദേശത്തെങ്ങും ഞങ്ങൾക്കെല്ലാം കോട്ടയായിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ ഒരു വലിയ കരുണ, വലിയൊരു കൃപ കർത്താവെ ഈ ദേശത്തോടും ഞങ്ങളുടെ സമീപദേശങ്ങളോടും മിഡിൽ ഈസ്റ്റിനോടും ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പാ ഞങ്ങളൊരു ശാശ്വത സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ ഇതുപോലെ ഞങ്ങൾ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ കൂടി അല്ല പച്ച, മുഖാമുഖമായി കർത്താവെ യുദ്ധഭീതി ഇല്ലാതെ കർത്താവെ സമാധാനത്തോടെ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവെ, അതിനൊക്കെയുള്ള സാഹചര്യങ്ങളെ കർത്താവെ എത്രയും പെട്ടെന്ന് കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ സമാധാനം തരുവാനായിട്ട് കർത്താവെ അങ്ങ് മാത്രമേ ഉള്ളപ്പച്ച. ഞങ്ങൾക്ക് സംരക്ഷണം തരുന്നതപ്പാ അങ്ങാണ് തമ്പുരാനെ. അപ്പാ പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ അങ്ങ് യെരൂശലേമിനെ കാക്കുന്നു കർത്താവെ. തന്റെ ജനത്തെ കർത്താവ് ചുറ്റി പരിപാലിക്കുന്ന ഒരു ദൈവമാണെന്ന് വാഗ്ദത്തം ഞങ്ങൾക്കുണ്ടപ്പച്ച. അങ്ങ് ഞങ്ങളുടെ ആകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. എങ്കിലും അപ്പാ ദേശത്തെങ്ങും സമാധാനം കർത്താവെ, ശാശ്വത സമാധാനത്തെ അപ്പാ ബഹറിന് വേണ്ടിയും UAE വേണ്ടിയും സൗദിക്ക് വേണ്ടിയും കുവൈറ്റിന് വേണ്ടിയും ഖത്തറിന് വേണ്ടിയും കർത്താവെ ഒമാന് വേണ്ടിയും എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പാ എല്ലാ രാജ്യങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇവയെല്ലാം പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ ഡിഫൻസ് ഫോഴ്സസിലുള്ളവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡിഫൻസ് മെക്കാനിസത്തിലെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇത്രയും ദിവസക്കാലം കർത്താവെ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ കർത്താവെ അവരെല്ലാം ചെയ്യുന്നതെല്ലാം കർത്താവെ അങ്ങ് സഫലമാക്കി കൊടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇനിയും നാഥ അങ്ങയുടെ കരം അപ്പാ ഇതിന്റെയൊക്കെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നവരോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേതാക്കന്മാർക്കെല്ലാം കർത്താവ് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ കർത്താവെ. ഈ സമയത്ത് ദുരിതത്തിലായിരിക്കുന്ന ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ ഇറാന് വേണ്ടിയും ഇസ്രായേലിന് വേണ്ടിയും ലെബനോന് വേണ്ടിയും കർത്താവെ ഈ യുദ്ധത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അനേക രാജ്യങ്ങളുണ്ട് കർത്താവെ. ഇന്ത്യയിലും പ്രയാസങ്ങളുണ്ട് കർത്താവെ. അപ്പാ പ്രയാസങ്ങൾ നേരിടുന്ന എല്ലാ മേഖലകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജോലിയിൽ പ്രയാസമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരെ, രോഗികളായിട്ടുള്ളവർക്ക് യാത്ര ചെയ്യുവാനുണ്ട് കർത്താവെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്ന കർത്താവെ. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും സമാധാനത്തെ എൻ്റെ കർത്താവെ അങ്ങ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ശാശ്വതമായ സമാധാനം ഞങ്ങളുടെ ഈ ദേശത്തും സമീപദേശങ്ങളിലും കർത്താവ് മിഡിൽ ഈസ്റ്റിലെങ്ങും തരണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ ഞങ്ങളുടെ രോഗികളുമായിട്ട് കർത്താവെ ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ അപ്പാ റാഫയാകുന്ന യഹോവ, സൗഖ്യമാക്കുന്ന കർത്താവ് ഞങ്ങളുടെ ദൈവമാ. ഹല്ലേലൂയ. അപ്പാ ആ യേശുവിന്റെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടല്ലോ കർത്താവെ. ഞങ്ങൾ പേര് പറഞ്ഞ എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് പ്രശാന്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ മകനെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യത്തെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കൂട്ടായ്മയിലെ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവോട് വലിയ അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം പച്ചാ. എൻ്റെ കർത്താവെ അങ്ങ് സൗഖ്യത്തെ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ പാലിയേറ്റീവിലായിരിക്കുന്ന എബ്രഹാം മൂലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ അങ്ങ് ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ സൗഖ്യത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ചാ. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ പച്ചാ. ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ രോഗികളോടെല്ലാം മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ. അപ്പാ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്റ്റീവിന് വേണ്ടിയും കർത്താവെ, ബെന്നിന് വേണ്ടിയും കർത്താവെ, ശ്രീധരന് വേണ്ടിയൊക്കെ കർത്താവെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അപ്പൻ അവിടെ പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് രോഗസൗഖ്യത്തെ അയച്ചിരിക്കുന്നതിനായി സ്തോത്രം. പൂർണ്ണമായ സൗഖ്യത്തെ കർത്താവെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നല്ല സാക്ഷികളായിട്ട് കർത്താവെ അപ്പാ അങ്ങ് അവരെ എല്ലാം മടക്കി കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒപ്പിച്ച അനേക രോഗികൾ കർത്താവെയുണ്ട്. ഞങ്ങള് അപ്പൊ അവരെല്ലാം ഞങ്ങളുടെ ലിസ്റ്റിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയെ മുറ്റുമായിട്ട് സമർപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞു മക്കളെ തൊട്ട് കർത്താവ് പ്രായമായവരെവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച എല്ലാവരെയും അങ്ങയുടെ ചിറകിന്റെ കീഴിൽ അങ്ങ് മൂടി മറച്ച് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും, ഞങ്ങളുടെ രോഗങ്ങളിലും, ഞങ്ങളുടെ ഭാരങ്ങളിലും ഞങ്ങൾക്ക് താങ്ങും തണലുമായി അപ്പാ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന
സഹായിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ കുറവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. അനേകരെ അതിനായിട്ട് ഒരുക്കുക, ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ തേഴ്സ്ഡേ പ്രേയറിനെ അങ്ങ് അനുഗ്രഹിച്ച് ഇത്രത്തോളം നടത്തിയതിനായി സ്തോത്രം. റോയിച്ചായനായിട്ട് സ്തോത്രം. അപ്പാ, ഇതെല്ലാം ക്രമീകരിക്കുവാനുള്ള കൃപ കർത്താവ് കൊടുത്ത് നടത്തുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ കൂട്ടായ്മയിലുള്ളവരെയും ഒരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. എല്ലാം യേശുവിന്റെ പുണ്യനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വ്യാഴാഴ്ച കൂടെ നമുക്ക് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കടന്നു വന്ന എല്ലാവരെയും കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ മധ്യത്തില് നാട്ടിൽ നിന്നും അതുപോലെ അമേരിക്കയിൽ നിന്നും പലരും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു മുൻകാല അംഗമായിരുന്ന റെജി വർഗീസ് ഹ്യൂസ്റ്റണിൽ നിന്ന് ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഓപ്പണിംഗ് പ്രെയർ ചെയ്ത ലിജു നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്തു. അതുപോലെ റെജി ഉണ്ട് നാട്ടിൽ നിന്ന്. അങ്ങനെ നാട്ടിൽ നിന്നും ഇവിടെ വിവിധ ഭവനങ്ങളിൽ നിന്നും ഈ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരെയും കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിലെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത വ്യാഴാഴ്ച നമുക്ക് വചന ശുശ്രൂഷ ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും സംബന്ധിക്കണമേ എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് മറ്റ് ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ ആയിരിക്കും നമ്മുടെ കൂട്ടായ്മ നടക്കുന്നത്. ഷിബു തോമസും കുടുംബവും ഇന്ന് നാട്ടിലേക്ക് ഒരു യാത്ര ചെയ്തിരിക്കുകയാണ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം, സുരക്ഷിതമായി നാട്ടിൽ ചെന്ന് ചേരുവാനായിട്ട്. അതുപോലെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ഇന്ന് ചെയിൻ പെയർ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. ചെയിൻ പെയറിന്റെ പ്രെയർ ലിസ്റ്റും അവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ സമയം നമ്മൾ മറന്നു പോകാതെ എല്ലാവരും പേര് രജിസ്റ്റർ എല്ലാവരും പ്രാർത്ഥിക്കണം. ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ആ ചെയിൻ പെയറിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും. നാളെ ഉച്ചയ്ക്ക് 12 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണല്ലോ ചെയിൻ പ്രെയർ. അതിലെല്ലാവരും പങ്കെടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണല്ലോ. പ്രാർത്ഥനയിൽ പങ്കുചേരണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് വചന ശുശ്രൂഷയ്ക്കായിട്ട് കാതോർക്കാം. അതിനായിട്ട് ബ്ലെസ്സി കടന്നു വന്നിട്ടുണ്ട്. ബ്ലെസ്സിയെ പരിചയപ്പെടുത്തണ്ടായല്ലോ. കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ബഹറിൽ വന്ന് നമ്മുടെ കൂട്ടായ്മയിലൊക്കെയും പങ്കെടുക്കുകയും പല പ്രാവശ്യവും ദൈവവചനത്തിൽ നിന്ന് നമ്മോട് പങ്കുവെക്കുകയും ചെയ്തതാണ്. ബിനു ചിറമേലിന്റെ വൈഫാണ് ബ്ലെസ്സി. ഇപ്പോൾ അവർ കോട്ടയത്ത് സെറ്റിലായിട്ടിരിക്കുന്നു. വളരെ സ്നേഹത്തോടെ ഞാൻ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവവചനവുമായിട്ട് ദൈവമക്കളുടെ മുമ്പിൽ നിൽക്കുവാൻ കർത്താവ് അടിയന്റെയും ജീവിതത്തിൽ ഒരിക്കൽ സാവകാശമൂർത്തി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. വ്യത്യസ്തമായ ടൈം സോണില് വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒന്നിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് ഇത്രത്തോളം നമ്മളെ നടത്തിയ വൻകൃപ ഓർത്തുന്ന ദൈവത്തെ സ്തുതിക്കുക. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, വീണ്ടും മനോഹരമായ സമയത്തിനായി സ്തോത്രം. അടിയങ്ങൾക്ക് ഒരുമിച്ച് തൃപ്പാദം അണയുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കിയല്ലോ. വചനവുമായി ഞങ്ങൾ നിൽക്കുന്നു. കർത്താവെ, വചനം പറയുവാൻ അടിയനെ ബലപ്പെടുത്തണം. ഒരു കഴിവുമില്ല. മോശയുടെ നാവിനെ ബലപ്പെടുത്തിയതുപോലെ കർത്താവ് അടിയനെ ബലപ്പെടുത്തണം. ജനത്തിന് ആവശ്യമായത് കർത്താവ് അവിടുന്ന് നൽകി കൊടുക്കണം. കർത്താവെ, ഞങ്ങൾ ഒരുപോലെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് സകലതും അടിയങ്ങൾക്കായി ജീവൻ വെച്ച പൊന്നേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ വാക്യമാണ്. 1 പത്രോസ് 4:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവി. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് പണ്ടികശാലയോ കളപ്പുരകളോ ഒന്നുമില്ല. പക്ഷെ കർത്താവ് അവരെയൊക്കെ അതിശയകരമായിട്ട് വഴി നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, വിചാരപ്പെടുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വയലിലെ താമരയെ നോക്കുവിൻ, അവ ഒന്നും ചെയ്യുന്നില്ല എങ്കിലും കർത്താവ് അവയൊക്കെ വളരെ ശ്രേഷ്ഠകരമായിട്ട് വഴി നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കർത്താവായ യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ആവശ്യമായ സകലതും ആഹാരവും എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിച്ചതിന് ശേഷമാണ് കർത്താവ് തന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ തന്റെ മക്കളെ ഒരുക്കിയത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തിലെ കാക്കകളെയോ താമരയോ അല്ലെങ്കിൽ വിശേഷത ഇല്ലാത്ത പുല്ലിനെയോ റോസാ ചെടിയെയോ വളരെ ശ്രേഷ്ഠകരമായിട്ട് ഓരോ സെക്കൻഡ്സിലും വഴുന്നെടുത്തുന്ന നമ്മുടെ കർത്താവ് നമ്മളോട് പറയുക, സ്വന്തം രക്തം തന്ന് വീണ്ടെടുത്ത ദൈവമക്കളായിരിക്കുന്ന നമ്മളോട് പറയുന്ന ഒരു കാര്യമാ, ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. കാരണം ഞാൻ നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നത് എന്തോ അന്നുള്ള ആഹാരവും അന്നുള്ള കാര്യങ്ങളും തരുവാൻ തക്കവണ്ണം ഏറിയ കുരുകലിനേക്കാൾ വിശേഷതയോടെ ഞാൻ സൃഷ്ടിച്ചെടുത്ത മനുഷ്യനെ പറ്റി കർത്താവിന് വിചാരമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിക്കണം, യേശു കർത്താവിന്റെ രക്തത്തിലൂടെ അല്ലെങ്കിൽ യേശുവിലൂടെ നമ്മൾക്ക് വേണ്ടി കർത്താവ് എന്തെല്ലാം കരുതിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ്. നമുക്കറിയാം, അവിടെ നമ്മൾ കാണുന്ന അബ്രഹാമിന്റെയും ഇസ്ഹാക്കിനെയും ഓരോ കുഞ്ഞുങ്ങൾക്ക് പോലും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒന്നാണ്. അബ്രഹാം ഇസ്ഹാക്കിനെ ബലി കഴിക്കുവാനായിട്ട് അല്ലെങ്കിൽ യാഗം കഴിക്കുവാനായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ ഒരു വലിയൊരു യാഗത്തെയാണ് നാം കാണുന്നത്. അതിന്റെ 22-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. അപ്പോഴും നമ്മൾ അവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, യഹോവയായ ദൈവം അബ്രഹാമിന് കരുതിയ ഒന്നാണ് ബലം. കാരണമെന്ന് ചോദിച്ചാല്, വളരെ വാർദ്ധക്യത്തിലായ 100 വയസ്സിന് മേളില് നമ്മൾ നോക്കുമ്പോൾ ബാല്യകാലം, ഒരു യൗവന അല്ലെങ്കിൽ കൗമാര പ്രായത്തിലേക്ക് എത്തിയ ഒരു കുഞ്ഞ് 100 വയസ്സും കഴിഞ്ഞ് ഒരു 14 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് മേളിലുള്ള ഒരു ആകുമ്പോൾ 100-ൽ അധികം വർഷം പ്രായമുള്ള അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് യാഗം കഴിക്കുവാനായിട്ടും യഹോവ കാണിച്ച മോറിയ ദേശത്തേക്ക് കടന്നു പോകണമെങ്കിൽ അബ്രഹാമിന് വിശേഷമായ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ബലം അവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. കാരണം എനിക്ക് ഏതവസ്ഥയിലും എനിക്ക് ഇരിക്കുവാൻ അറിയാം. അതായത് ദരിദ്രനായിരിക്കണോ സമ്പന്നനായിരിക്കണോ അങ്ങനെയൊക്കെ ഇരിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കണമെങ്കിൽ കർത്താവിൽ നിന്ന് പ്രത്യേകമായ ഒരു ശക്തി, ഒരു പ്രത്യേക കൃപ പ്രാപിച്ചിരിക്കണം. ഇവിടെ അബ്രഹാമിന് ഒന്നാമതായിട്ട് നമ്മളെ യഹോവ കരുതിയ ഒന്നാമത്തെ കാര്യം ബലം അബ്രഹാമിന് കർത്താവ് കരുതി എന്നതാണ്. അതിന്റെ സങ്കീർത്തന പുസ്തകം 84-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്നാ. അപ്പോഴും ബലം എന്ന് പറയുന്നത് എത്ര ക്ഷീണാവസ്ഥയിലുള്ളവരാണെങ്കിലും ബലം നൽകുന്നത് കർത്താവായ യഹോവയാ. യഹോവ ഇവിടെ അബ്രഹാമിന് കരുതിയ ഒരു കരുതൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ബലം അബ്രഹാമിന് കർത്താവ് കരുതി എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത് കർത്താവ് കരുതിയത് ദൈവകൃപയാണ് കർത്താവ് കരുതിയത്. അതിന്റെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ അബ്രഹാം 7-ാം വാക്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്, വളരെ ഭാരപ്പെട്ട് തന്റെ വാർദ്ധക്യത്തില് തനിക്ക് ലഭിച്ച തന്റെ ഏകജാതനായ പുത്രനെയും കൊണ്ട് യഹോവയുടെ കൽപ്പന പ്രകാരം യാഗം കഴിക്കുവാനായിട്ട് കടന്നു പോകുന്ന അബ്രഹാം അത്രമാത്രം കടന്നു പോകണമെങ്കിൽ അദ്ദേഹം ഭാരപ്പെട്ട് ആകെ ഭാരപ്പെട്ട സാഹചര്യത്തില് കർത്താവ് നൽകുന്ന യഹോവ നൽകുന്ന ഒരു പ്രത്യേകമായ ദൈവകൃപ ഉണ്ട്. ആ ദൈവകൃപ അബ്രഹാമിന് വേണ്ടി കർത്താവ് കരുതി.
നമുക്കറിയാം പൗലോസിന് ജഡത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട് പൗലോസിന് ജഡത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു. ആ ശൂലം എന്തായിരുന്നു നമുക്ക് വ്യക്തമായിട്ട് ദൈവവചനം നമ്മളോട് പറയുന്നില്ല എങ്കിലും നമുക്ക് വളരെ വ്യക്തമാണ്. എന്തോ ഭാരം നീങ്ങിപ്പോകുന്ന നീങ്ങിപ്പോകാത്ത വിധം ഒരു കഷ്ടത, അല്ലെങ്കിൽ ഒരു ഭാരം, വല്ലാതെ മനസ്സിനെ അലട്ടുന്ന, തന്റെ പ്രവർത്തനത്തിന് തടസ്സമായുള്ള നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ശൂലം പൗലോസിനുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോഴൊക്കെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കൃപ നിനക്ക് മതി. പ്രിയ ദൈവജനമേ, ജീവിതത്തിൽ ഇതുപോലെ നമുക്ക് ഒത്തിരി ഭാരങ്ങളുണ്ട്. ആ ഭാരങ്ങൾ വരുമ്പോൾ നമ്മുടെ ഓരോ നിമിഷവും നമ്മളെ വഴി നടത്തുന്നത് നമ്മളുടെ കഴിവ് കൊണ്ടല്ല. നമ്മൾ ചിന്തിച്ചാൽ കർത്താവിന്റെ കൃപയാലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒന്ന് നമ്മൾ ചിന്തിച്ചു ബലം കരുതി, രണ്ടാമത് നമ്മൾ ചിന്തിച്ചു ദൈവം അബ്രഹാമിന് കൃപ നൽകി. മൂന്നാമത് നമ്മൾ അതിന്റെ 4 മുതൽ 22-ാം അധ്യായത്തിന്റെ 4 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ കാണുന്ന ഒരു സാധ്യം, അത് വായിക്കാൻ സമയമില്ലല്ലോ. വിശ്വാസം അബ്രഹാമിന് കർത്താവ് കരുതുന്നതായിട്ട് നമുക്ക് കാണാം. അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. 8-ാം വാക്യം പറയുന്നു, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. നമ്മൾ അവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, യഹോവ അബ്രഹാമിന് ഒരു വിശ്വാസം കരുതുന്നതായിട്ട് കാണാം. കാരണം യഹോവ കരുതിക്കൊള്ളും. തന്നെ വിളിച്ച് വേർതിരിച്ച് താൻ ഇതുവരെയും കാണാത്ത ഒരു ദേശത്ത് നിന്ന് കർത്താവിന്റെ വാക്കനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമിന് താൻ നനച്ചിരിക്കാത്ത സമയത്തില് താന്റെ വിശ്വാസം പോലും പോയി പോകേണ്ട സാഹചര്യങ്ങളില് ഒക്കെയും കർത്താവ് തുണയായി നിന്നുകൊണ്ട് കർത്താവ് തക്ക സമയത്ത് ഒരു പൈതലിനെ നൽകിയ ഈ യഹോവ കരുതിക്കൊള്ളുമെന്ന അടിയുറച്ച ഒരു വിശ്വാസം നമുക്ക് കാണുവാൻ സാധിക്കും. ആ വിശ്വാസം യഹോവ കരുതിയ ഒരു വിശ്വാസമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നമ്മൾ കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. ഇവിടെയും നമ്മളെയും അബ്രഹാമിനെയും യേശു കർത്താവിനെയും എല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഇവിടെ അബ്രഹാമിന് കർത്താവ് കരുതിയ മൂന്നാമത്തെ ഒരു കാര്യമാണ് വിശ്വാസം. അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31-ാം വാക്യം നമ്മളൊന്ന് വായിച്ചു നോക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തില് 31-ാം വാക്യത്തില്, ശിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഇപ്പോഴും വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. പലവട്ടം ശിമോനെ കോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് സാത്താൻ അവന്റെ വിശ്വാസത്തെ ത്യജിച്ച് കളയേണ്ടതിനുള്ള പല മാർഗങ്ങൾ കൊണ്ടുവന്നു. എങ്കിലും യഹോവയായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒന്നാണ്. നമ്മളെയും കർത്താവിനെയും തമ്മിൽ വേർതിരിക്കുന്നത്, ഒന്നിക്കുന്ന വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ഇസ്രായേലിനോട് യാതൊരു സംബന്ധവും ഇല്ലാതെ ഇരുന്ന, മുമ്പേ ദൂരസ്ഥരായിരുന്ന, യാതൊരു അർഹതയും ഇല്ലാത്ത നമ്മളെ കൃപയാൽ യേശു കർത്താവ് വിശ്വാസം മൂലം നമ്മളെ കർത്താവ് തന്നോട് ചേർത്തിരിക്കുക. ആ കൃപയാലാണ് നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചു അബ്രഹാമിന് കർത്താവ് ബലം കരുതി, രണ്ടാമത് നമ്മൾ ചിന്തിച്ചു ദൈവകൃപ കരുതി, മൂന്നാമത് നമ്മൾ ചിന്തിച്ചു അബ്രഹാമിന് കർത്താവ് വിശ്വാസം കരുതി. അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ധൈര്യം കരുതുന്ന ഒരു ദൈവമാണ് നമ്മളുടെ യഹോവ എന്ന് കാണാൻ സാധിക്കും. കാരണം അബ്രഹാമിനോട് അവിടെ നിന്നുകൊണ്ട് ഇസ്ഹാക്ക് ചോദിക്കുക, അപ്പ ഈ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, പക്ഷേ യാഗം കഴിക്കുവാനുള്ള ആട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവിടെ ധൈര്യത്തോടെ പൈതലിന്റെ മുന്നില്
പതറാതെ നിന്നുകൊണ്ട് യഹോവ കരുതിക്കൊള്ളും എന്ന് പറയാനുള്ള ധൈര്യം, യാഗത്തിനുള്ള വസ്തു എവിടെയെന്ന് ഇസ്ഹാക്ക് സ്വന്തം മകൻ ചോദിക്കുമ്പോൾ ഇസ്ഹാക്കിനോട് ധൈര്യത്തോടെ ഈ അബ്രഹാമിന് പറയുവാൻ സാധിച്ചത്, യഹോവയായ ദൈവം ഈ അബ്രഹാമിന് ധൈര്യം കരുതി എന്നുള്ളതാ. നമ്മുടെയും ജീവിതത്തില് പല സമയങ്ങളിലും നമ്മൾ ധൈര്യം ക്ഷയിച്ചു പോകുന്നവരാ. പക്ഷെ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ ജീവിതത്തില് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. നമുക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. നമ്മുടെ ധൈര്യങ്ങൾ പല സമയങ്ങളിലും ക്ഷയിച്ചു പോകും. കർത്താവെ, ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, ഇത്രമേൽ വയസ്സായ അബ്രഹാമിന് ധൈര്യം നൽകി അവനെ മോര്യാദേശത്ത് എത്തിച്ച് പൈതലിന്റെ മുൻപിൽ പതറാതെ നിലനിൽക്കുവാൻ ധൈര്യം കരുതി ഒരു യഹോവ, ഈ കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ അതിന്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, 11-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ കരുതുന്ന ഒരു ദൈവത്തെ, അല്ലെങ്കിൽ വിജയം നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം അവിടെ നമ്മൾ 11-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് അറിഞ്ഞു. അവിടെ വിജയം നൽകുന്ന കരുതിയ ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം തന്റെ മകൻ ബലിയാകേണ്ട, യാഗമാകേണ്ട സ്ഥാനത്ത് അവിടെ കർത്താവ് ഒരു ആട്ടിൻകുട്ടിയെ കരുതുന്നതായി, അവിടെ ഹോമയാഗത്തിന് വേണ്ടുന്ന ഒരാടിനെ കരുതുന്നതായിട്ടും അവിടെ അബ്രഹാമിന് ഒരു വിജയം കരുതിയ ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഒന്നാമത് കേട്ടത് ബലം കരുതുന്ന ദൈവം, 2 ദൈവകൃപ നൽകുന്ന ദൈവം, വിശ്വാസം കരുതിയ ദൈവം, ധൈര്യം നമുക്കായി കരുതുന്ന ഒരു യഹോവയുണ്ട്, വിജയം കരുതുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇത് പഴയ നിയമത്തിലെ ഈ ഒരു കാര്യം നിഴലാണെങ്കിൽ പുതിയ നിയമത്തിൽ തന്റെ ഏകജാതനായ പുത്രനെ ആദരിക്കാതെ നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല രീതിയിൽ അത് ചിന്തിക്കും. പക്ഷെ യേശു ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ, മരണത്തിലൂടെ, ഉയർത്തെഴുന്നേൽപ്പിലൂടെ യേശു കർത്താവ് നമുക്ക് കരുതിയത് ഇതൊക്കെയാ. കർത്താവ് നമുക്ക് കാക്കകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അതതിന്റെ ആഹാരം തക്ക സമയത്ത് എത്തിച്ചു കൊടുക്കും. നമ്മളുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നത് എല്ലാ കാര്യങ്ങളും കർത്താവ് തരും. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന, മുമ്പേ ദൂരസ്ഥ, ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു, ഒരു അർഹതയുമില്ലായിരുന്നു. ഒരു കണ്ണിനു പോലും ദയയില്ലാതെ വെളിമ്പ്രദേശത്ത് എറിയപ്പെട്ടിരുന്ന നമ്മളെ കർത്താവ് തന്റെ രക്തം, അവസാന തുള്ളി രക്തം പോലെയും നമുക്കായിട്ട് ചിന്തിത്തന്ന് നമ്മളെ വീണ്ടെടുത്ത്, നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ നീതിയിലേക്ക്, നീതിമാനായ അബ്രഹാമിനെ ഇതിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു എങ്കിൽ അതിന്ന് നമ്മളുടെ ജീവിതത്തില് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല യഹോവ കരുതിയത്. ഞാൻ സ്വന്തം ജീവനെ തന്നു, ഇനി നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞല്ല പോയത്. വീണ്ടും കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് തന്നിട്ടുണ്ട്. എപ്പോഴും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ഒരു ആത്മാവ് ഓരോ നിമിഷവും നമ്മളെ കേൾപ്പിക്കും. മകനെ, മകളെ, വഴി ഇതാകുന്നു, ഇതിൽ കൂടി നടന്നുകൊള്ളുവീൻ എന്നുള്ള ഒരു മൃദുസ്വരം നമ്മളെ കേൾപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്കായി കരുതി നമ്മളെ വഴി നടത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമുക്കായി കരുതിയത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. അതുമാത്രമല്ല, കർത്താവ് തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയ. നമ്മൾ ഈ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ കേൾക്കുന്നുണ്ട്, ഭൂകമ്പങ്ങൾ കേൾക്കുന്നുണ്ട്, ക്ഷാമങ്ങൾ ഒക്കെയുമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്നോർക്കുകയാ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത്. ഇത് കീറ്റുനോവിന്റെ ആരംഭമാ.
എപ്പോൾ വരും? നമുക്ക് നിശ്ചയമുള്ള രണ്ട് കാര്യമുണ്ട്, നിശ്ചയമില്ലാത്ത രണ്ട് കാര്യമുണ്ട്. ഒരു വ്യക്തി ജനിച്ചാൽ അവൻ തീർച്ചയായിട്ടും മരിക്കും. കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വന്നിരിക്കും. പക്ഷെ നമ്മളുടെ മരണം ഏത് നിമിഷവും നമുക്കറിയില്ല. കർത്താവിന്റെ വരവ് ഏത് നിമിഷം, അടുത്ത നിമിഷം എന്ന് നമുക്കറിയില്ല. ഏത് നിമിഷമായിരുന്നാലും നമ്മളെ വീണ്ടെടുത്ത യേശുവിന്റെ രക്തം നമ്മൾ ഓരോ നിമിഷവും കഴിവുകൾ പ്രാപിക്കണം. ഒരിക്കൽ മാത്രം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഇടവകയുടെയോ ഏതെങ്കിലും സഭയുടെ പേരിലോ രജിസ്റ്ററിലോ പേരുള്ളത് കൊണ്ടോ, കുടുംബ ശ്രേഷ്ഠതകൾ ഉള്ളത് കൊണ്ടോ, ബാങ്ക് ബാലൻസോ മറ്റ് ശ്രേഷ്ഠതകളോ ഉള്ളത് കൊണ്ടോ, ഒരുപക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും പലരും പല രീതി കൺസിഡർ ചെയ്യും. ഇന്ന വ്യക്തിയുടെ ആളാ, അല്ലെ ഇന്ന മന്ത്രിയുടെ മകളാ. പക്ഷെ അവിടെ ഒന്നിനും ഒരു കാര്യവുമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട ഓരോ നിമിഷവും നമ്മളുടെ ജീവിതത്തിലെ ഓരോ കുറവുകളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വിടുതൽ പ്രാപിക്കുന്നുവെങ്കിൽ അവിടെ മോസ്റ്റ് റെവറന്റ് എന്നോ റൈറ്റ് റെവറന്റ് എന്നോ പാസ്റ്റർ എന്നോ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഏതൊക്കെ രീതിയിൽ പ്രസംഗിച്ചു എന്നോ പ്രാർത്ഥിച്ചു എന്നോ ഒന്നുമല്ല. കർത്താവ് പറയും, നിന്നെ ഞാൻ ഏൽപ്പിച്ചത് ഇത് നീ വളരെ വിശ്വസ്തയോടെ ചെയ്തെടുത്തോ. നിനക്കുള്ള ആയുസ് നീ കർത്താവിൽ ജീവിച്ചോ. ക്രിസ്തുവിന്റെ ഭാവം നിന്നിൽ ഉണ്ടായിരുന്നു എന്നാ. പ്രിയ ദൈവജനമേ, എപ്പോഴാണ് കർത്താവിന്റെ വരവെന്ന് നമുക്കറിയില്ല. നമുക്ക് കർത്താവ് ഈ ലോകത്തിലുള്ള എല്ലാം തരും. അതിന് യാതൊരു യഹോവയുടെ പിന്നാലെ നമ്മളെ ഓരോ വ്യക്തികളും കടന്നു പോകുമ്പോൾ കർത്താവ് അന്നുള്ള ആഹാരവും നമ്മളുടെ ഓരോ അനുനിമിഷമുള്ള നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവ് നല്ലവനായി കൂടിയിരിക്കും. പക്ഷെ ഒന്നും നമ്മൾ മറന്നു പോകരുത്, കർത്താവ് വരും തന്റെ മക്കളെ ചേർക്കുവാൻ. അന്ന് നമ്മൾ ആ വിളിക്ക് യോഗ്യരായി തീരുമോ? കർത്താവ് വിളിക്കും, പ്രിയ ബ്ലെസ്സി, നീ വിശ്വസ്തയായിരുന്നു, ഇവിടെ കടന്നു വരിക എന്നുള്ള ശബ്ദത്തില് പതറിപ്പോകാതെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കണം. കർത്താവ് നമ്മൾക്ക് എല്ലാം കരുതിയിട്ടുണ്ട്. നമ്മളെ വേണ്ട വിധത്തിൽ അനർത്ഥ ദിവസത്തിൽ തന്റെ നീതിമാനെ തന്റെ കൂടാരത്തിൽ, തന്റെ ഭക്തനെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ആ ദൈവത്തിന്റെ മറവില് നമുക്കായിരിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ബ്ലസ്സി. നമുക്ക് നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ കോറസ് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി ശേഷം പ്രാർത്ഥിച്ച് നമ്മുടെ കൂട്ടായ്മ അവസാനിപ്പിക്കാം. ഗായക സംഘം ഇപ്പോൾ ഹല്ലേലൂയ എന്നുള്ള കോറസ് പാടി ദൈവത്തെ നമുക്ക് കരങ്ങളെ ഉയർത്തി മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ എന്ന് പാടുമ്പോൾ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ എന്നുള്ള പാട്ട് പാടി നമ്മുടെ ആരാധിച്ച് നമ്മുടെ കൂട്ടായ്മ മനോജ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത്. So
പ്രാർത്ഥിക്കാം. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും ഞങ്ങളുടെയും ദൈവമേ, ഈ രാത്രിയിൽ ചെറിയ കൂട്ടമായിട്ട് വീണ്ടും കൂടി വരുവാനായിട്ട് അടിയാറുടെ ജീവിതത്തിൽ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ ഇത്രയും പേര് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാനും നിന്നെ ആരാധിപ്പാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ തേഴ്സ്ഡേ പ്രയർ ആയിട്ട് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. പകലന്തിയോളം കൂട്ടിരുന്ന് ഞങ്ങളെ വഴി നടത്തിയല്ലോ. ഇന്നത്തെ ദിവസം വരാവുന്ന ആപത്തുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്നൊക്കെയും ഞങ്ങളെ വിടുവിച്ചുവല്ലോ. അനർത്ഥങ്ങളുടെയും അനിശ്ചിതത്വത്തിൻ്റെയും ഒക്കെയും മധ്യത്തിലാണല്ലോ കർത്താവെ ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചു, നീ കരുതുന്നവനാണ്, നീ മതിയായവനാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഞങ്ങളുടെ എല്ലാ കേസും കർത്താവെ നിന്നിൽ ഇടുവാനായിട്ട് ദൈവവചനം ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ. സ്തോത്രം. നീ അബ്രഹാമിന് ബലം നൽകി കരുതി, നീ അബ്രഹാമിന് കൃപ നൽകി കരുതി, നീ അബ്രഹാമിന് വിശ്വാസം നൽകി കരുതി, നീ അബ്രഹാമിന് അങ്ങനെയെങ്കിൽ കർത്താവേ, ഞങ്ങൾക്കും ആ ധൈര്യം നൽകി, നിന്റെ ബലം നൽകി, കൃപ നൽകി, വിജയം നൽകി, വിശ്വാസം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി നടത്തുവാനായിട്ട് നീ മതിയായവനായ ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾ ഒന്നും അറിയാതെ കിടന്നുറങ്ങുവാൻ പോവുകയാണ്. നീ ഞങ്ങളുടെ കിടക്കയ്ക്ക് ചുറ്റും കാവലായിട്ട് നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവെ, മിസൈലിന്റെ ബന്ധനങ്ങളിൽ നിന്ന്, ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന്, മിസൈൽ ആക്രമണങ്ങളിൽ നിന്നൊക്കെയും ഞങ്ങളെല്ലാവരെയും നീ വിടുവിച്ച് സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഭയം മാറ്റി നീ ഞങ്ങൾക്ക് ബലം നൽകുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ ഭയം മാറ്റി നീ ഞങ്ങൾക്ക് ധൈര്യം നൽകുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പക്ഷി യെരുശലേമിന് ചുറ്റും ചുറ്റിപ്പറക്കുന്നത് പോലെ ഈ ബഹറിന്റെ ആകാശമണ്ഡലങ്ങൾ മുഴുവനും കർത്താവെ നിന്റെ ദൂതന്മാരെ കൊണ്ട് നീ ചിറകു പിരിച്ച് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, GCC കൺട്രീസിന്റെ എല്ലാം ആകാശവിധാനങ്ങളെ നീ സൂക്ഷിച്ചു കൊള്ളണമേ. കർത്താവെ, ദുഷ്ടൻ അറുപ്പാന്, മുട്ടിപ്പാന്, മോഷ്ടിപ്പിപ്പാൻ വരുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ അവന്റെ തന്ത്രങ്ങൾക്കെതിരിട്ട് നിൽപ്പാനുള്ള ദൈവകൃപ നീ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദേശത്തോടും ഞങ്ങളോടും അതിനെതിരെ പോരാടുന്ന എല്ലാ അന്ധകാര ശക്തികളോടും അധർമ്മമൂർത്തിയുടെ വ്യാപാരത്തോടും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാനായിട്ട് കൽപ്പിക്കുന്നു. ഞങ്ങളുടെയൊക്കെയും ഞങ്ങളുടെ ഭവനത്തിന്റെ കട്ടളമേലും കുറുപടിമേലും യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്രയിടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഓരോ ഉൾമുറികളും കർത്താവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് കർത്താവേ, നിന്റെ ആലയത്തിൽ പോയി നിന്നെ ആരാധിപ്പാനായിട്ടുള്ള ദൈവകൃപ നീ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന സമയത്ത് നീ ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളുന്ന ദൈവമാകിയാൽ സ്തോത്രം. നീ തിരുമയടയ്ക്കുന്ന ഞങ്ങളുടെ കണ്ണുകൾ കർത്താവേ നീ തന്നെ തട്ടി ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണകരമായ നിദ്രയിൽ ഞങ്ങളെ വിടുവിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, നന്ദിയോടെ സ്തോത്രം. രോഗികളുടെ പേരൊക്കെയും പറഞ്ഞല്ലോ, അവരെയൊക്കെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് പ്രശാന്ത് മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ മകനെ നീ തൊടണമേ, സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ കരം നീ തൊടണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വചനത്തെ നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ ശരീരത്തിൽ നിന്ന് ക്യാൻസറിന്റെ സെല്ലുകളെല്ലാം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാനായിട്ട് കൽപ്പിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു നരളിച്ചതവനായ സ്വർഗത്തിലെ ദൈവമേ, ഞാൻ പാപമോചനവും രോഗസൗഖ്യവും വരുത്തി നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ദൈവമേ, ഭോഷ്ക് പറയുവാൻ നീ മനുഷ്യനല്ല, നീ ദൈവമാണ്. നിന്റെ വചനം സത്യവചനമാണ്. നിന്റെ വചനം ജഡം ധരിച്ച വചനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിൽ ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ രോഗികൾക്ക് വേണ്ടി കർത്താവേ നിന്റെ വചനം ജഡം ധരിക്കുന്നതിനായിട്ട് സ്തോത്രം. നീ അവരെ സൗഖ്യപ്പെടുത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. യാത്രയിലായിരിക്കുന്ന ഷിബുവിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രയിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ രാത്രിയിൽ കേട്ടല്ലോ, നിന്റെ ഈ
പഴയ നിയമത്തിൽ കർത്താവേ നിന്റെ അബ്രഹാമിന് ഇതെല്ലാം നൽകി നീ ശക്തീകരിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ നിന്റെ ഏകജാതനായ പുത്രനെ നീ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന് ഓരോ ദിവസവും ഓരോ നിമിഷവും ആലോചന നൽകി ഞങ്ങളെ നടത്തുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ഏറ്റവും വലിയ കംഫർട്ടർ ആണുള്ള കർത്താവേ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം നൽകുമെന്ന് നിന്റെ വചനം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കർത്താവേ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ജീവിപ്പാനായിട്ടുള്ള കൃപ നൽകണമേ. ഈ രാത്രിയിൽ കർത്താവേ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മനസ്സ് വിഷമിച്ച് ധൈര്യമില്ലാതെ ഭയപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ പരിപാലിക്കുമെന്ന് അരുളിച്ചതവനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് അവരെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾ കാണുന്ന സമയത്ത് നിന്റെ വരവിന് കർത്താവെ ഒരു പടി കൂടെ ഞങ്ങൾ അടുത്തു എന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിപ്പാൻ നിങ്ങളെ സഹായിക്കണം. ഓരോ ദിവസവും ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് കർത്താവെ, ഒന്നുകിൽ ഞങ്ങളുടെ മരണത്തോട് അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനോട് ഞങ്ങൾ ഒരു പടി കൂടെ അടുത്തു എന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിപ്പാൻ നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേയറിനെ നീ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ 63 സംവത്സരക്കാലം ഈ പ്രദേശത്ത് കർത്താവെ സാക്ഷ്യമുള്ള ഒരു കൂട്ടമായിട്ട് ഞങ്ങളെ നിർത്തിയിരിക്കുന്നതിന്റെ കരുണയ്ക്കായിട്ട് കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഇപ്പോൾ നേതൃത്വം നൽകുന്ന ബ്രദർ തോമസ് റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന്റെ ശുശ്രൂഷകളെയൊക്കെ നീ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. ആരോഗ്യമായിട്ട് കർത്താവെ നീ പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെല്ലാം താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്ന് ശുശ്രൂഷ ചെയ്ത കർത്താവെ, പാട്ടുപാടിയ കുഞ്ഞുങ്ങളെ, കീബോർഡ് വായിച്ചവരെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സങ്കീർത്തന ധ്യാനം നടത്തിയതിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ ദീപായ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വചനവുമായിട്ട് കടന്നു വന്ന കർത്താവെ ബ്ലസ്സിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്ന കർത്താവെ, പിരിയാത്ത സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ അവസ്ഥകൾക്ക് നീ ഭേദം വരുത്തണം കർത്താവെ. എത്രയും വേഗം കർത്താവെ, ദൈവഹിതമെങ്കിൽ നിന്നാൽ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല കർത്താവെ. ഞങ്ങൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവഹിതമെങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് അലൻ മോറിസ് ഹാളിൽ കൂടുവാനായിട്ട് നീ സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും ഞങ്ങൾ കേൾക്കുന്ന കർത്താവെ, അതൊക്കെയും നീ നിർത്തലാക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവമാകിയാൽ സ്തോത്രം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഞങ്ങൾ പിരിയുന്നു. പിരിയാത്ത സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. മാനവും മഹത്വവും എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരയണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് നൽകും. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കും. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണം. എന്തുകൊണ്ടെന്ന് ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. പിതാവും പുത്രനും പരിസർവഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും കാവലും തന്നെയും നമ്മളെല്ലാവരോടും പ്രാർത്ഥനയുടെ എല്ലാ വിഷയത്തിന്മേലും ഇന്ന് വചന വിഭാഗിച്ച പ്രിയ മകളോടും ഇന്ന് ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന വിവിധ ഭവനങ്ങളിലിരുന്ന് കടന്ന എല്ലാവരുടെയും മേൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രിയിലും ജയം നൽകിയ ആ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരെ. താങ്ക് യു. ഈ സിറ്റുവേഷൻ ആണെങ്കിൽ അടുത്ത ആഴ്ചയും നമുക്ക് ഓൺലൈനിൽ കൂടേണ്ടിയിരിക്കുന്നു. എല്ലാവരും കടന്നു വരണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചെയിൻ ബെയർ മറക്കാതെ എല്ലാവരും ജോയിൻ ചെയ്യാം. ബസ്സിയോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതുപോലെ റിജീവറീസിനോടുള്ള നന്ദിയും ജോയിൻ ചെയ്യാനുള്ള നന്ദിയും അറിയിക്കുന്നു. ഗുഡ് നൈറ്റ്.
റജി വർഗീസ്, റജി വർഗീസ് ഉണ്ടോ? ഹ്യൂസ്റ്റൺ, ഹലോ. റജി, ഓക്കെ, ഓക്കെ, ഗുഡ് നൈറ്റ്.